ഓം ശ്രീ മഹാഗണപതയേ നമഃ. ഓം ശ്രീ മഹാസരസ്വത്यै നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. മൂകം കരോതി വാചാലം പങ്കം ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഗോവിന്ദ ഗോവിന്ദ ഹരേ മുരാരേ ഗോവിന്ദ ഗോവിന്ദ മുകുന്ദ കൃഷ്ണ ഗോവിന്ദ ഗോവിന്ദ രഥാംഗപാണി ഗോവിന്ദ ഗോവിന്ദ നമോ നമസ്തേ. ഓം ശ്രീ ഹരയേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നമസ്തേ നമസ്തേ പ്രിയ ഹരേ കൃഷ്ണ കുടുംബത്തിലെ സജ്ജനങ്ങളെ, എല്ലാവർക്കും ശ്രീ മഹാദേവിയുടെ അനുഗ്രഹം ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശുഭദിനം നേരുന്നു. ശ്രീ ദേവീനാരായണീയം ദശകം 4 നാം ഇപ്പോൾ അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്നത്. യശശരീരനായ ഭാഗവതാചാര്യൻ പണ്ഡിതാഗ്രേസരൻ പാലേലി ശ്രീനാരായണൻ നമ്പൂതിരി രചിച്ച ദേവീനാരായണീയത്തിലെ 4-ാമത്തെ ദശകം മധുകൈടഭവധം. ഇതാണ് നാം ഇന്ന് അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ശ്ലോകം 1, 2, 3 പാരായണം, പദച്ഛേദം, അന്വയം, വ്യാഖ്യാനം എന്നിവയെല്ലാം നാം പഠിച്ചു കഴിഞ്ഞു. ഇന്ന് 4, 5, 6 ശ്ലോകങ്ങളുടെ പാരായണം, പദച്ഛേദം, അന്വയം, വ്യാഖ്യാനം എന്നിവയെല്ലാം നമുക്ക് അനുസ്മരിക്കാം. ആദ്യം ശ്ലോകങ്ങളുടെ പാരായണം ശ്രദ്ധിക്കുക. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ശ്ലോകം 4 പാരായണം. ശ്രാന്തേന ഭീതേന ച ബാലകേന ച പ്രഭുഃ പുമാന്നൈവ കരോതി സംയുഗം മധ്യേരണം ദൗ കൃതവിശ്രമൗ യുവാം ഏകഃ കരോമ്യേവ നിരന്തരാഹവം. ശ്ലോകം 5 പാരായണം. ജ്ഞാത്വാ ഹരിം ശ്രാന്തമുഭൗ വിദൂരതഃ സന്തസ്തതുർവിശ്രമസൗഖ്യവാംസ്തതഃ ത്വാമേവ തുഷ്ടാവ കൃപാതരംഗിണീം സർവേശ്വരീം ദൈത്യജയായ മാധവഃ. ശ്ലോകം 6 പാരായണം. ദേവി പ്രസീദൈ ശരണേ ജിതോസ്മ്യഹം ദൈത്യദ്വയേനാബ്ജഭവം ജിഘാംസുനാ സർവം കടാക്ഷൈസ്തവ സാധ്യമത്ര മാം രക്ഷേതി വക്താരമഭാഷധാ ഹരിം. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ഓം ശ്രീ ഹരയേ നമഃ. നമസ്തേ പ്രിയ മിത്രങ്ങളെ. ശ്ലോകം 4 പദച്ഛേദം, അന്വയം, വ്യാഖ്യാനം നമുക്ക് ശ്രവിക്കാം. ശ്ലോകം 4. പദച്ഛേദം. ശ്രാന്തേന ഭീതേന ച ബാലകേന ച പ്രഭുഃ പുമാൻ ന ഏവ കരോതി സംയുഗം മധ്യേരണം ദൗ കൃതവിശ്രമൗ യുവാം ഏകഃ കരോമി ഏവ നിരന്തരാഹവം. അന്വയാർത്ഥം.
പ്രഭു പുമാൻ ശക്തനായ പുരുഷൻ ശ്രാന്തേന തളർന്നവനോടും ഭീതേനച ബാലകേനച ഭീതനോടും ബാലകനോടും സംയുഗം യുദ്ധം ന കരോതി ഏവ ചെയ്യാറില്ല, അത് തീർച്ച. യുവാം ദൗ, ഇവിടെ ദൗ എന്ന് പറയുന്നത് രണ്ടുപേരുണ്ട്, മധുവും കൈടവനും. നിങ്ങൾ രണ്ടുപേരും മധ്യേരണം യുദ്ധത്തിനിടയ്ക്ക് മാറി മാറി കൃതവിശ്രമൗ വിശ്രമിക്കുന്നു. അഹം ഏകഹ ഞാനാകട്ടെ ഒറ്റയ്ക്ക് നിരന്തരാഹവം കരോമി നിരന്തരമായി വിശ്രമമില്ലാതെ യുദ്ധം ചെയ്യുന്നു. വ്യാഖ്യാനം. പ്രഭുകുമാൻ ശക്തനായ പുരുഷൻ, അദ്ദേഹം ശ്രാന്തേന ഭീതേന ച ബാലകേന ച, ശ്രാന്തേന എന്ന് വെച്ചാൽ തളർന്ന ആളുകള്, അതേപോലെ ഭീതേന ഭീതന്മാര് പേടിച്ച ആളുകള്, ബാലകേന ച ബാലന്മാര്, ഇവരുമായിട്ട് സംയുഗം ന കരോതി ഇവരുമായിട്ട് യുദ്ധം ചെയ്യാറില്ല. ശത്രുവിനെ ജയിക്കുക എന്നത് തൻ്റെ ശക്തി കൊണ്ടാവണം. ശത്രു ദുർബലനായിരിക്കെ യുദ്ധം ചെയ്യുക എന്നാൽ വീരന്മാർക്കത് യോജിച്ചതല്ല, വീരന്മാരുടെ ധർമ്മവുമല്ല. തളർന്നവരോടും പേടിച്ചരണ്ടവരോടും കൊച്ചു കുട്ടികളോടും ശക്തന്മാർ യുദ്ധം ചെയ്യുക പതിവില്ല. ഈ വീരധർമ്മമാണ് വിഷ്ണു അസുരന്മാരെ ഓർമ്മിപ്പിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും മാറി മാറി യുദ്ധം ചെയ്യുകയാണ്, ഒരാൾ തളരുമ്പോൾ മറ്റേയാൾ യുദ്ധം ചെയ്യുകയാണ്. എന്നാൽ എൻ്റെ കാര്യമൊന്ന് ആലോചിച്ചു നോക്കൂ. ഞാൻ ഏകനാണ്, അഹം ഏകഹ ഒറ്റയ്ക്കാണ്, നിരന്തരാഹവം കരോമി നിരന്തരമായി യാതൊരു വിശ്രമവുമില്ലാതെ യുദ്ധം ചെയ്യുകയാണ് ഞാൻ. അപ്പോ എനിക്കും വിശ്രമം ആവശ്യമാണ്, അതുകൊണ്ട് തൽക്കാലത്തേക്ക് യുദ്ധം നിർത്തണം എന്ന് ഭഗവാൻ അസുരന്മാരോട് പറയാതെ പറഞ്ഞു. സത്യത്തിൽ അച്യുതൻ എന്നാൽ എന്താണ്? ച്യുതി ഇല്ലാത്തവൻ, അല്ലെ? ദേവിയുടെ വരബലത്താൽ പ്രബലന്മാരായ മധുകൈടഭന്മാരോട് ഏറ്റുമുട്ടിയപ്പോൾ ഇവിടെ അച്യുതന് പോലും തളർച്ചയുണ്ടായി, അച്യുതന് പോലും ച്യുതി ഉണ്ടായി, ച്യുതി വന്നുപോയി. അല്ലെങ്കിൽ ഇതെല്ലാം ഭഗവാന്റെ ഒരു ലീലയായിട്ട് കാണുക. ഭഗവാൻ എല്ലാം ലീലയാണല്ലോ, ലീലയാടുന്ന ആളാണ് ഭഗവാൻ വിഷ്ണു, അല്ലെ? അപ്പോൾ ഇതും ഭഗവാന്റെ ലീല എന്നാണ് 4-ാമത്തെ ശ്ലോകത്തിലൂടെ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ഇനി 5-ാമത്തെ ശ്ലോകത്തിന്റെ പദച്ഛേദം അന്വയം വ്യാഖ്യാനം നോക്കാം. പദച്ഛേദം. ജ്ഞാത്വാ ഹരിം ശ്രാന്തം ഉഭൗ വിദൂരതഃ സന്തസ്തതുഹു വിശ്രമസൗഖ്യവാൻ തതഃ ത്വാം ഏവ തുഷ്ടാവ കൃപാതരംഗിണീം സർവേശ്വരീം ദൈത്യജയായ മാധവഃ. അന്വയാർത്ഥം. ഉഭൗ ഹരി, ഉഭൗ രണ്ടുപേരും വിഷ്ണുവിനെ, ശ്രാന്തം ജ്ഞാത്വാ തളർന്നവനായി കണ്ടറിഞ്ഞ്, വിദൂരതഃ സന്തസ്തതുഹു വിദൂരത്തിൽ സ്ഥിതി ചെയ്തു, തതഃ വിശ്രമസൗഖ്യവാൻ തുടർന്ന് വിശ്രമസുഖിയായ മാധവഃ വിഷ്ണു കൃപാതരംഗിണീം കൃപാപ്രവാഹരൂപിണിയും സർവേശ്വരീം സർവേശ്വരിയുമായ ത്വാം ഏവ അവിടുത്തെ തന്നെ ദൈത്യജയായ അസുരന്മാരെ ജയിക്കാൻ വേണ്ടി തുഷ്ടാവ സ്തുതിച്ചു തുടങ്ങി എന്ന് പറയുന്നു. ഈ ശ്ലോകത്തിന്റെ വിവരണം നോക്കാം. വിഷ്ണുവിന്റെ വാക്കൊക്കെ കേട്ടപ്പോൾ അസുരന്മാർക്ക് തോന്നി അദ്ദേഹം തളർന്നിരിക്കുകയാണെന്ന്. അസുരന്മാര് വിഷ്ണു തളർന്നിരിക്കുകയാണെന്ന് മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് അവരെന്താ ചെയ്തത്? അവർ മാറിയിരുന്നു, വിദൂരതയിലിരുന്ന് വിശ്രമിച്ചു. 5000 കൊല്ലം യുദ്ധം ചെയ്തിട്ടും അസുരന്മാർക്ക് തളർച്ചയില്ല. ഇവർ ആരിൽ നിന്നോ എന്തോ വരം നേടിയിട്ടുണ്ട് എന്ന് ചിന്തിച്ചപ്പോൾ മഹാവിഷ്ണുവിന്റെ ബുദ്ധിയിൽ ജ്ഞാനം ഉണർന്നു. എവിടുന്നാണ് വരം ലഭിച്ചതെന്ന് വിഷ്ണുവിന് മനസ്സിലായി. അപ്പോ
വരം കൊടുത്ത ആളുടെ അടുത്ത് തന്നെ പ്രാർത്ഥിക്കുക. അതിനുള്ള വഴി ആ ചൈതന്യം നമുക്ക് പറഞ്ഞു തരും. ഇവിടെ മഹാദേവിയാണ് ഈ അസുരന്മാർക്ക് വരം കൊടുത്തത് എന്ന് മനസ്സിലാക്കി വിഷ്ണു. അപ്പോൾ അതേ ദേവിയെ തന്നെ വിഷ്ണു ആശ്രയിച്ചു. അസുരന്മാരെ ജയിച്ചില്ലെങ്കിൽ ബ്രഹ്മാവിന്റെ കാര്യം കഷ്ടത്തിലാവും. അതായത് ബ്രഹ്മാവിനെ ഇവരാക്രമിക്കും. അസുരന്മാരെ ജയിച്ചില്ലെങ്കിൽ ബ്രഹ്മാവിന്റെ കാര്യം കഷ്ടത്തിലാവും. ബ്രഹ്മാവിനെ ഈ അസുരന്മാർ ആക്രമിക്കുകയും ചെയ്യും. ഒടുവിൽ ആലോചിച്ച് ആരാണോ വരം നൽകിയത് ആ അസുരന്മാരെ പ്രബലന്മാരാക്കിയത്, അതായത് വിഷ്ണു ആലോചിച്ചു ആരാണോ വരം നൽകിയത് ആ അസുരന്മാരെ പ്രബലന്മാരാക്കിയത്, സ്വച്ഛന്ത മൃത്യു കൊടുത്തത് ആ ദേവിയെ തന്നെ ആശ്രയിക്കുക. ആ ദേവിയെ സ്തുതിക്കാനായിട്ട് മഹാവിഷ്ണു ആരംഭിച്ചു. ആരാണോ വരം നൽകിയത് ആ അസുരന്മാരെ പ്രബലന്മാരാക്കിയത് ആ ദേവിയെ തന്നെ സ്തുതിക്കുക. അദ്ദേഹം ആ മഹാവിഷ്ണു ദേവിയെ സ്തുതിച്ചു തുടങ്ങി എന്ന് 5ാമത്തെ ശ്ലോകത്തിലൂടെ വ്യാഖ്യാനിച്ചിരിക്കുന്നു. ഇനി 6ാമത്തെ ശ്ലോകത്തിന്റെ പദച്ഛേദം അന്വയം വ്യാഖ്യാനം നോക്കാം. ആറാമത്തെ ശ്ലോകത്തിന്റെ പദച്ഛേദം. ദേവി പ്രസീദ ഏഷ രണേ ജിതഃ അസ്മി അഹം ദൈത്യദ്വയേന അബ്ജഭവം ജിഘാംസുനാ സർവം കടാക്ഷൈഃ തവ സാധ്യ അത്ര മാം രക്ഷ ഇതി വക്താരം അഭാഷതാഃ ഹരിം. അന്വയം. ഹരേ കൃഷ്ണ. 6ാമത്തെ ശ്ലോകത്തിന്റെ വ്യാഖ്യാനം നോക്കാം. അന്വയാർത്ഥം നോക്കാം ആദ്യം, അത് കഴിഞ്ഞ് വ്യാഖ്യാനം. ഹേ ദേവി പ്രസീദ, ഹേ ദേവി പ്രസാദിച്ചാലും. അബ്ജഭവം ബ്രഹ്മാവിനെ, ജിഗാംസുന കൊല്ലാനിച്ഛിക്കുന്ന, ദൈത്യദ്വയേന രണ്ടസുരന്മാരാൽ, അതാണ് ദ്വയേന പറഞ്ഞിരിക്കുന്നത്, ദൈത്യദ്വയേന രണ്ടസുരന്മാരാൽ, ഏഷഹ അഹം രണേ ഈ ഞാൻ യുദ്ധത്തിൽ, ജിതഃ അസ്മി തോൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, തവ കടാക്ഷൈഹി അങ്ങയ്ക്ക് കടാക്ഷങ്ങളാൽ, സർവം സാധ്യം എല്ലാം സാധ്യമാണല്ലോ, അത്രമാം രക്ഷ ഈ ഘട്ടത്തിൽ എന്നെ രക്ഷിക്കൂ, ഇതി വക്താരം ഹരിം എന്നിങ്ങനെ ഉച്ചരിച്ച ഹരിയോട് അഭാഷധാഹ അവിടുന്ന് വ്യക്തമായി പറഞ്ഞു. ഈ ശ്ലോകത്തിന്റെ വ്യാഖ്യാനം നോക്കാം. അതായത് വിഷ്ണുവിന്റെ വാക്കുമൊക്കെ കേട്ടപ്പോ അസുരന്മാർക്ക് തോന്നി ഈ വിഷ്ണു വല്ലാതെ തളർന്നിരിക്കുകയാണ്. അപ്പൊ ആ അസുരന്മാര് മാറിയിരുന്നു. യുദ്ധത്തില് താൻ തോറ്റാൽ അസുരന്മാർ ബ്രഹ്മാവിനെ ആക്രമിക്കും എന്ന് വിഷ്ണു കരുതുന്നു. വിഷ്ണുവിന് മനസ്സിലായല്ലോ ആരാണോ ഈ അസുരന്മാർക്ക് വരം നൽകിയത്, ആ അസുരന്മാരെ പ്രബലന്മാരാക്കിയത്, സ്വച്ഛന്ത മൃത്യു കൊടുത്തത് ആ ദേവിയെ തന്നെ ആശ്രയിക്കുക എന്ന് വിചാരിച്ച് അദ്ദേഹം സ്തുതിക്കാനായിട്ട് ആരംഭിച്ചു. ഹരി ആ ഭഗവതിയോട് പ്രാർത്ഥിച്ചത്, ഹേ ദേവി പ്രസീദ, ദേവി പ്രസാദിക്കണേ. എന്തു വേണം? അബ്ജഭവം ജിഗാംസുല ആ ബ്രഹ്മാവിനെ കൊല്ലാൻ പുറപ്പെടുന്ന ദൈത്യദ്വയത്തെ, അസുരന്മാർ രണ്ടാളെ, ആ ഇരട്ട അസുരന്മാരെ ഇല്ലാതെയാക്കാൻ ദേവിയുടെ അനുഗ്രഹം വേണം. അഹം രണേ
ഞാൻ ഈ യുദ്ധത്തിൽ ജിതഃ അസ്മി, തോൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. തവ കടാക്ഷൈഹി, അങ്ങയുടെ കടാക്ഷങ്ങളാൽ മാത്രമേ എല്ലാം സാധ്യമാവൂ. ദേവിയുടെ കടാക്ഷം കൊണ്ട് മാത്രമേ എല്ലാം സാധ്യമാവുകയുള്ളൂ. ആപതി കിം കരണീയം സ്മരണീയം ചരണയുഗളം അംബായാം. അല്ലെ, ആ ഭഗവാൻ പോലും ഭഗവതിയുടെ പാതാരവിന്ദങ്ങളെ ആശ്രയിച്ചു. അതുകൊണ്ട് അത്രമാം രക്ഷ, ഈ ഘട്ടത്തിൽ എന്നെ രക്ഷിക്കൂ എന്ന് ആ ഹരി ഭഗവതിയുടെ അടുത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ആഭാഷധാഹ, വളരെ വ്യക്തമായിട്ട് പറഞ്ഞു വിഷ്ണു. അസുരന്മാരെ ജയിക്കാൻ തന്നെ പ്രാപ്തരാക്കണം, അസുരന്മാരെ ജയിക്കാൻ തന്നെ പ്രാപ്തരാക്കണം. അതിനുള്ള വഴി അമ്മ തന്നെ കണ്ടുപിടിക്കണം. യുദ്ധത്തിൽ ആര് ജയിക്കണം, ആര് തോൽക്കണം എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ആരാണ്? ദേവിയാണ്. ദേവിയുടെ ഇച്ഛ എന്തോ അതേ നടക്കൂ. അതുകൊണ്ട് ദേവിയുടെ കടാക്ഷങ്ങളാൽ അസുരന്മാരെ ജയിക്കാൻ തന്നെ പ്രാപ്തനാക്കണമെന്ന് വിഷ്ണുവിൻ്റെ അഭ്യർത്ഥന ദേവി കേൾക്കുന്നു. ദേവി കേൾക്കും. അത്രയ്ക്ക് ഭക്തിയോട് കൂടിയിട്ടാണ് മഹാവിഷ്ണു പ്രാർത്ഥിക്കുന്നത്. ദേവി പ്രസാദിക്കുകയും ചെയ്തു. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവീ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ.